അകത്ത് കയറാൻ പൂർണ്ണമായും തയ്യാറായി. പിന്നെ അതിനുശേഷം എന്റെ വീട്ടുകാരെയോ എന്റെ പ്രൈമറി കോൺടാക്ട്സിനെ ആരും ഇവർ ഒന്നും ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടില്ല. ഞാൻ പുറത്ത് പോയി നല്ലത് വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂറായി, 72 മണിക്കൂറായി. ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്, എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പുറത്ത്. വൈൽഡ് കാർഡായി വന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6 പുത്തനുണർവ് നൽകിയ സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. സിബിൻ പുറത്തായതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സിബിനോടുള്ള ലാലേട്ടന്റെ പെരുമാറ്റമൊക്കെ രൂക്ഷമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മറ്റാർക്കും കിട്ടാത്തത്ര ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സിബിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിബിന്റെ പുറത്താക്കൽ മെജോറിറ്റി ഓഫ് വരുന്ന പ്രേക്ഷകർക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഷോയിൽ നിന്ന് സിബിൻ ക്വിറ്റ് ചെയ്തതാണോ അതോ ബിഗ് ബോസ് തന്നെ പുറത്തിട്ടതാണോ? ഈ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര സംശയമാണ് അല്ലെ. എല്ലാം തുടങ്ങിയത് ലാലേട്ടൻ സിബിൻ ഇൻസൾട്ട് ചെയ്ത എപ്പിസോഡിൽ വെച്ചാണല്ലോ. അതിനുശേഷമാണ് സിബിൻ ഡൗൺ ആയതും ക്യാമറക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞതും. അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് സിബിൻ ഷോയിൽ നിന്നും സ്വയം കിറ്റ് ചെയ്ത് പോയതാണ് എന്നുള്ളതാണ്. എന്നാൽ സത്യം അതല്ല. വീട്ടിൽ നിന്നും പുറത്തു പോയി സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് മൈൻഡൊക്കെ ക്ലിയർ ആക്കിയതിനു ശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു സിബിൻ. എന്നാൽ വളരെ ദുരൂഹമായ ചില കാരണങ്ങൾ കൊണ്ട് ബിഗ് ബോസ് തന്നെ സിബിനെ പുറത്താക്കായിരുന്നു. അതിലെ യഥാർത്ഥ സത്യങ്ങൾ സിബിൻ തന്നെ ലൈവിൽ വന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ലൈവിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ആരൊക്കെയോ യൂട്യൂബിൽ പലരും പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെറിയ രീതിയിലാണെന്ന് തോന്നിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ, ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീൽ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കാണുന്നത് ലാലേട്ട സിനിമയാണ്, ഹരികൃഷ്ണൻസ്, തിയേറ്ററിൽ പോയി കാണുന്ന പടം. അപ്പം അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്ക് പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് എന്റെ കുഴപ്പമാണ്, ഞാൻ ആരെയും കുറ്റം പറയില്ല, അത് എന്റെ മാത്രം പ്രശ്നമാണ്. അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ചെയ്യുന്നു, അങ്ങനെ മെഷീൻ നമ്മൾ ചിന്തിക്കരുത്. അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാളി. അതായത് ഞാൻ എന്റർടൈനറാണ്, ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ? അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത്? അപഹാസ്യം ആയ ഒരു കഥാപാത്രമായിട്ടാണ് എന്റെ ഫണ്ട് പരിപാടികൾ വർക്കാവുന്നില്ലേ? ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ? പിന്നെ മനുഷ്യനല്ലേ ഉള്ളത്, ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും. അതാണെങ്കിൽ വേറെ രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത്. ഒരുപാട് ജോലികൾ ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് ജോലി ചെയ്തു, കൊറിയോഗ്രാഫറായിട്ട് ജോലി ചെയ്തു, ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു. അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇതൊന്നും വർക്കാവുന്നില്ലേ, ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ തന്നെ. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു, ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ കുറവാണ്, ഞാൻ അതിന്റെ കുറവാണ്. ബിക്കോസ് അതൊരു മഹാനടനല്ലേ പറയുന്നത്. അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പം തകർന്നു പോയി. അതാണ് താൻ അത്രമേൽ ആരാധിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ വന്നിട്ട് നീ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തവനാണെന്ന് പറഞ്ഞതോട് സിബിൻ അങ്ങ് തകർന്നു പോയി എന്നുള്ളതാണ്. അതിനേക്കാൾ സിബിന് വേദന ഉണ്ടാക്കിയത് പുറത്തെ പ്രേക്ഷകരെല്ലാം സിബിനെതിരെയാണെന്നുള്ള രീതിയിലുള്ള ലാലേട്ടന്റെ സംസാരമായിരുന്നു. ലാലേട്ടൻ പറയുന്നല്ലേ സത്യമായിരിക്കുന്ന പുള്ളിക്കാരൻ വിശ്വസിച്ചു പോയി. ഇത് ലാലേട്ടൻ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലെ. നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയമാണിത്. പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ലാലേട്ടന്റെ ഒരു സംസാരമുണ്ട്. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കര സംഭവിക്കും, നല്ലോണം അങ്ങ് നിർത്തിപ്പൊരിക്കും. എന്നിട്ട് ലാലേട്ടൻ അവസാനം ഒരു ഡയലോഗും കൂടി അങ്ങ് പറയും. എന്താണത്? ഇതെന്റെ അഭിപ്രായമല്ല, ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായമാണ്, ഞാൻ ഇവിടെ വന്ന് പറയുന്നു എന്ന് മാത്രമെന്ന് അല്ലേ. സിബിനോട് ഇതേപോലെ തന്നെ അങ്ങ് പറഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മറ്റൊരു മത്സരാർത്ഥിക്കും കിട്ടാത്ത ലെവലിലുള്ള സപ്പോർട്ട് സിബിന് പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ഇജാതി നമ്മളെ പഠിച്ചു വിടുന്നത്. എല്ലാം കൂടെ ആയപ്പോൾ ഇയാളങ്ങ് തകർന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ ലാലേട്ടൻ അങ്ങ് പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മൂപ്പർക്ക് ഈ ഷോയിൽ വലിയ റോളൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ ഈ ഷോ കാണുന്നുണ്ടാവും എന്ന് പോലും സംശയമാണ്. അങ്ങേർക്കൊക്കെ എവിടെ സമയം അല്ലേ? അതൊക്കെ എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ബിഗ് ബോസ് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അതേമാതിരി സ്റ്റേജിൽ പോയി അഭിനയിക്കുക എന്നുള്ളതായിരിക്കും ലാലേട്ടന്റെ റോൾ എന്ന് പറയുന്നത്. അതല്ലാതെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു തീരുമാനം അവിടെ എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിബിന് പറയാനുള്ളത് നമുക്ക് ബാക്കി കൂടി കേട്ടോക്കാം. പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെയും ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത് നിങ്ങൾ കാണില്ല. അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അതൊന്നും ഒരിക്കലും പുറത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയത്. വിഷമിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പുറത്ത് പോകണം, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം ആക്ച്വലി എന്നെ കുറച്ചുകൂടി ട്രിഗർ ചെയ്ത് പൂജയാണ്. ഞാൻ അവിടെ ആളെ കണക്ട് ചെയ്ത് പൂജയായിട്ട്. അപ്പൊ പൂജ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു, നിലവിളിക്കുന്നു, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു പോയി. ഞാൻ മനുഷ്യനല്ലേ, എന്റെ ട്രിഗറിംഗ് പോയിന്റ് അതാണ്. ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ അങ്ങ് അറ്റത്ത് പീക്ക് ലെവലാണ്. ഞാൻ അത്രയ്ക്ക് മനക്കെട്ടിയുള്ള ഒരാളല്ല, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം. ഇതൊന്നും എനിക്കറിയില്ലല്ലോ, എല്ലാം തികഞ്ഞവരല്ലോ എല്ലാവരും. അപ്പൊ എന്റെ കുറവാണത്. ആ കുറവ് കാരണം ഞാൻ വിഷമിച്ചു, കരഞ്ഞു, പുറത്ത് പോകണം എന്ന് ആവശ്യപ്പെടുന്നു, ഭയങ്കരമായി ആവശ്യപ്പെടുന്നു. ഞാൻ കൺഫെഷൻ റൂമിൽ കയറി എന്റെ കാര്യം പറയുന്നു. ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല. ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ നിസ്സഹകരണം പറയുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു. നിസ്സഹകരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട്, എന്റെ ധാരണയാണ് കേട്ടോ, എനിക്കറിയില്ല.
ധാരണയുള്ളതുകൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു, വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് ഈ ഷോയിൽ തുടരാനുള്ള മാനസിക നില ഇല്ല. എനിക്ക് ഞാൻ വിഷമത്തിലാണ്, ഞാൻ സങ്കടത്തിലാണ്, എനിക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സൈക്കോളജിസ്റ്റോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ബിഗ് ബോസ് ഷോയുടെ നിഗൂഢതകളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ പിന്നീട് അവിടെ അരങ്ങേറി എന്നുള്ളതാണ്. എന്നാൽ തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് അവിടെ സിബിൻ തുറന്നു പറയുന്നത്, അല്ലെ? എന്തായാലും ലൈവിന്റെ തുടക്കം മുതൽ സിബിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഞാൻ മെന്റലി വീക്ക് ആയതുകൊണ്ടാണ് ഷോയിൽ നിന്ന് പുറത്ത് വരേണ്ടി വന്നത് എന്നുള്ളത്. അതെന്റെ തെറ്റാണെന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെ? അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാണെങ്കിൽ ഏത് കൊല കൊമ്പനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത്. അപ്പൊ എങ്ങനെയും അവിടെ നിന്ന് പുറത്തു പോയാൽ മതിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ യാതൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എത്രയും കണ്ടസ്റ്റന്റുകൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അൻസിബ, ശ്രീരേഖ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തു പോകണം എന്നുള്ളത്, അല്ലെ? പക്ഷെ സിബിനെ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനൊക്കെ കൺസൾട്ട് ചെയ്ത് ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഓക്കെ ആയി വീട്ടിലേക്ക് തിരിച്ചു കയറാമെന്ന് അറിയിച്ചിട്ടും നിങ്ങളെ പുറത്താക്കിയ ബിഗ് ബോസ് തന്നെയാണ് ഇവിടെ യഥാർത്ഥ തെറ്റുകാരൻ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തായാലും ബാക്കിയും കൂടി കണ്ടോക്കാം. അടുത്ത ദിവസം പോകണം തോന്നി ഞാൻ ബിഗ് ബോസിനെ അറിയിച്ചു. ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എന്റെ ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, സ്ട്രെസ്ഡ് ആണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിബിൻ നമുക്ക് പോകാം നാളേക്ക്. സിബിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് വീട്ടിൽ മാറ്റാം. ദിവസം അങ്ങനെയൊന്നും പറഞ്ഞില്ല, കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മാത്രം പറഞ്ഞു. കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ട് കണ്ണ് തുറന്നൊരു മുറിയിലാണ്. ആ മുറിയിൽ ഞാനും ഒരാളുണ്ട്, എന്റെ മോശം ഒരു സ്റ്റാഫ് ഉണ്ട്, എന്നെ നോക്കുന്ന ഒരാൾ. അവിടെ ഒരു ടി വി ഉണ്ട്, ടി വി വർക്ക് ചെയ്യില്ല. ഒരു ലാൻഡ് ഫോൺ ഉണ്ട്, ആ ലാൻഡ് ഫോൺ റെസ്റ്റോറന്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ഫോൺ. ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കും, അതും എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചത് എന്റെ കൂടെ ഉള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. അദ്ദേഹം അതും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കോൾസോ മെസ്സേജ് ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അദ്ദേഹം പുറത്ത് പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും തിരിച്ച് കയറി വരും. ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാം, ചെന്നൈയിലാണ് നടക്കുന്നത്. ചെന്നൈയിലായിട്ട് പോലും അയാളെ പോലും എന്നെ കാണിച്ചിട്ടില്ല. അങ്ങനെ പുറത്ത് പോയി കളി കണ്ട് തിരിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈ ഷോ. അത്രയ്ക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി അപ്പോഴും ഉണ്ട്. ഞാൻ തിരിച്ച് വരുമോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല. ഞാൻ പുറത്ത് വന്ന് ആ ഒരു റിലാക്സേഷൻ പീരീഡ് കുറച്ച് സമയം ഒത്തിരി നേരത്തില്ല, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. ഇദ്ദേഹം എൻ്റെ അടുത്ത് പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല, സംസാരിക്കാൻ പാടില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഷോയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, മറ്റെന്തിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചുമ്മാ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ വിട്ടു. അപ്പോൾ ഞാൻ കൂളായി, ഡോക്ടർ പറഞ്ഞതുപോലെ. എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു. തിരിച്ചു പോകാം, കാര്യം എന്തൊരു വരട്ടെ, ആ മൂടായി. ഓക്കെ, അങ്ങനെ ഒരു തവണ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സിബിൻ വീട്ടിലേക്ക് തിരിച്ചു കയറി. അത് എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതും കൂടെ ആയതോടെ അയാൾ വീണ്ടും തളർന്നു, തിരിച്ചു പോകാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ബിഗ് ബോസ് പുള്ളിക്കാൻ എന്താക്കി, ബിഗ് ബോസിന്റെ ഒരു സ്റ്റാഫിനെ കൂടെ ഹോട്ടൽ മുറിയിൽ കൊണ്ടാക്കി. പുറലോകവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് സൈക്കോളജിസ്റ്റിനെ കാണും, ചിന്തകളൊക്കെ മാറി പതുക്കെ സിബിൻ ഓക്കെ ആയി. എന്തും വരട്ടെ ഷോയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ഉറപ്പിച്ചു. അത് ബിഗ് ബോസിനെ അറിയിച്ചു. പിന്നീട് നടന്നത് എന്താണെന്നുള്ളത് സിബിൻ തന്നെ പറയും, നമുക്കൊന്ന് കണ്ടോക്കാം. പൂർണ്ണമായും തയ്യാറായി. പിന്നെ അതിനുശേഷം എന്റെ വീട്ടുകാരെയോ എന്റെ പ്രൈമറി കോൺടാക്റ്റിന് ആരും ഇവർ ഒന്നും ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടില്ല. ഞാൻ പുറത്ത് പോയി നല്ലത് വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂറായി, 72 മണിക്കൂറായി. ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്, എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പുറത്ത് പറയും, ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ. എനിക്ക് ഇത് എവിടേക്കാണ് ചെന്ന് കയറുന്നതെന്ന് എനിക്ക് അറിയില്ല, ഇത് ഏത് വഴിക്ക് പോകുന്നു, ഏതൊക്കെ PR ടീം എന്തൊക്കെ കാണിക്കുന്നു, ഒന്നും എനിക്കറിയില്ല. എനിക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയാം. ആ 24 മണിക്കൂർ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ആ മുറിയിലെത്തിയ ഒരു 5-ാമത്തെ മണിക്കൂർ തുടങ്ങി 80 മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്, എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ കോൺഫിഡൻഷ്യലാണ്, എനിക്ക് പറയാൻ പാടില്ല. അതിനുശേഷം എന്നെ ഇവർ അറിയിക്കുന്നു എനിക്ക് ഷോയിൽ തുടരാൻ പറ്റില്ല. അതായത് ഡോക്ടർ പറഞ്ഞു, ഞാൻ വളരെ ചില്ലായിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത് കേട്ടോ. ഈസ് വളരെ കൂളായിട്ട്. ഞാൻ അദ്ദേഹത്തെ എന്റെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ജിൻഡോയുടെ കൂടി കൂടെ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികൾ ഞാൻ എൻഗേജ് ചെയ്യാം, അപ്പം എന്റെ മൈൻഡ് കൂളാവും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിനെ കൺവിൻസ് ചെയ്തെന്നുള്ള ധൈര്യത്തോട് കൂടി ഇരുന്നപ്പോഴാണ് ഒരു 72 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത്, ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പുറത്തേക്ക് പോകണം. ഷോയുടെ അധികൃതർ തന്നെ എന്നെ അറിയിച്ചു. അപ്പോൾ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ മൊമെന്റിൽ എനിക്ക് തുടരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം എന്റെ പ്ലാനുകളൊക്കെ ഇതായിരുന്നു. ഇല്ല സിബിൻ, അത് ഡോക്ടർ പറഞ്ഞു സിബിന് തുടരാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതോടെ സിബിൻ ഒന്ന് ചില്ലും മൂടായി. താൻ തിരിച്ചു കയറാൻ ഓക്കെ ആണെന്നുള്ളത് സൈക്കോളജിസ്റ്റിനെ അറിയിച്ച് അങ്ങനെ വീട്ടിലേക്ക് കയറാൻ റെഡി ആയിരിക്കുമ്പോഴാണ് അല്ലെ തീർത്തും അപ്രതീക്ഷിതമായി ബിഗ് ബോസ് സിബിനോട് ഷോയിൽ തുടരാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് ബിഗ് ബോസ് എന്താ പറഞ്ഞു, സൈക്കോളജിസ്റ്റ് പറഞ്ഞത്ര സിബിൻ മെന്റലി ഓക്കെ അല്ല എന്ന്, അതുകൊണ്ടാണ് ഇത്ര പുറത്താക്കുന്നത് എന്ന്. സിബിൻ പറഞ്ഞ കാര്യവും ബിഗ് ബോസ് പറഞ്ഞ കാരണവും തമ്മിൽ ഒട്ടും ചേരുന്നില്ല അല്ലെ. കാരണം താൻ പൂർണ്ണമായി ഓക്കെ ആണെന്ന് സിബിൻ ഡോക്ടറോട് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സിബിനെ പുറത്താക്കാൻ കഴിയുക? അവിടെയാണ് സിബിൻ പറഞ്ഞ കോൺഫിഡൻഷ്യൽ ആയി നടന്ന സംഭവങ്ങളുടെ പ്രസക്തി. സിബിൻ പറയുന്നത്
പറയുന്നത് ഏഷ്യാനെറ്റിനോടുള്ള കമ്മിറ്റ്മെന്റും റെസ്പെക്റ്റും കൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും പുറത്തേക്ക് പറയാത്തത് എന്നുള്ളത് അല്ലെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സിബിൻ ആ വിവരങ്ങളും കൂടി അങ്ങ് പുറത്തു വിടണമായിരുന്നു. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശം പ്രേക്ഷകർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രേക്ഷകരാണല്ലോ ഈ ഷോയെ താങ്ങി നിർത്തുന്നത്. അവരെ പൊട്ടനാക്കാനുള്ള പരിപാടികൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ജനം അറിയണം. എന്തായാലും ഇനി ഇതെല്ലാം പുറത്ത് പറയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ താൻ തീർച്ചയായും പുറത്ത് പറയുമെന്ന് ഇവിടെ സുജിൻ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. എല്ലാ സത്യങ്ങളുമായി സിബിൻ ലൈവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രേക്ഷകരെല്ലാവരും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും സിബിന്റെ തുറന്നു പറച്ചിൽ ബിഗ് ബോസ് ഷോയെ കുറച്ചുകൂടി നിഗൂഢമാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.